അക്കാലത്തൊരു ദിനം മാമുനി വര്യനാം വിശ്വാമിത്രൻ പുരിയിലെത്തിയ നേരം ഭൂപതി പ്രവരൻ ഗുരുഭൂതരൊപ്പം സാദരമെതിരേറ്റ് വന്നിച്ചു നിന്നു. ചിത്തത്തിൽ ഭക്തി എന്ന നരേന്ദ്രൻ വിശ്വാമിത്രനോടീ വിധമോദി, തവ പാദസ്പർശത്താൽ ധന്യമായി മത്സവിധമാഗമിക്കാൻ എന്തൊരു മൂലം. രാജേശ്വരനോടേവം ചൊല്ലി മഹാമുനി, രാത്രിഞ്ചരരാകും മാരീജനും മറ്റു യാതുദാനന്മാരും ഞങ്ങൾ നിത്യം ചെയ്യും യജ്ഞം മുടക്കി ദോഷം കൊള്ളുന്നു. അവരെ ഹനിച്ച് മൽയാഗരക്ഷ ചെയ്യാൻ അവനീപതേ നീ കനിയേണമെന്നിൽ. നിൻ തനയരാം രാമനും സൗമിത്രി താനും തുണയായി വന്ന് അവനം ചെയ്യണം. മന്നവനതു കേട്ട് വൈവശ്യം പൂണ്ട് ബ്രഹ്മസുതനോടേകാന്തേ ചൊല്ലി, എന്തു വേണ്ടു മമ തനയരെ പിരിഞ്ഞാൽ നിർണയം യമലോകം പൂകിടും ഞാൻ. ബ്രഹ്മസുതനാകും വസിഷ്ഠ മഹാമുനി നിസ്സന്ദേഹം രാജനോടുര ചെയ്തു, വേഗം അല്ലൽ കൂടാതെ അയക്ക നിൻ തനയരെ, നല്ലതു മാത്രം വരുമെന്ന നിശ്ചയം. നല്ലതു മാത്രം വരുമെന്ന നിർണയം. കേവലം മാനുഷനല്ല രാമബാലൻ, ലോകസാരംഗനാം നാരായണൻ. മേദിനി തന്നെ ഖേദം തീർക്കുവാനായി ഭൂമി ഭാരത്തെ കളവാനായി വന്നവൻ. നിൻ കഥ ചൊല്ലാം ഞാൻ സംപ്രീതിയാലേ, മുന്നം നീ ദേവർദ്ധൻ താതനല്ലോ. നിൻ പത്നിയായത് അതിഥിയോടൊത്ത് വന്നിച്ചവനെ നിൻ സന്തതിയാക്കാൻ. നിൻ തനൂജൻ രാമൻ ഇന്ദിരാകാന്തൻ, പന്നകമാകുന്നതനന്തൻ ലക്ഷ്മണൻ. ശംഖുചക്രങ്ങൾ ഭരതശത്രുഘ്നന്മാർ, ശങ്ക വേണ്ടൊരു നാളും ചിത്തത്തിൽ മന്നവാ. എന്നതു കേട്ട് ദശരഥൻ മുനിയെ വന്നിച്ചു തനയരെ ആശ്ലേഷിച്ചും കൊണ്ട് വൈകാതെ പോകുവാനായി ആശീർവദിച്ചു. വിശ്വരക്ഷാർത്ഥം മാമുനിയൊത്ത് ബാണതൂണീരവും ഖഡ്ഗവുമേന്തി ബാഹുബലം കൊണ്ട ദശരഥ നന്ദനൻ വേഗം ഗമിച്ചാർ മുനീശ്വരരൊത്ത് തൻ താതമാതാക്കളെ വന്ദിച്ചും കൊണ്ട്. ബാഹുബലം കൊണ്ട ദശരഥ നന്ദനാർ വേഗം ഗമിച്ചാർ മുനീശ്വരരൊത്ത് തൻ താതമാതാക്കളെ വന്ദിച്ചും കൊണ്ട്. ദേശങ്ങൾ താണ്ടി നടന്നൊരു നേരം ദേവനിർമ്മിതമാം വിദ്യകളാകും ബലയും പുനരതിബലയും മടിയാതെ ബാലകർക്കുപദേശം ചെയ്തു മഹാമുനി. തീർത്ഥപാദനാകും കൗശികനൊപ്പം യാത്ര ചെയ്യുന്ന കുമാരകരന്നേരം പന്ഥാവിൽ കണ്ടൊരു നക്തഞ്ചരിയെ, മാനുഷരെ ഏറെ ഭക്ഷിക്കും നാരി. മാർഗണമെയ്തങ്ങവളെ ഹനിച്ച് മാനുഷവർഗത്തെ പാലിക്കയെന്ന് മാമുനി തന്നെ വചനം ശ്രവിച്ച ശ്രേഷ്ഠ മാനവൻ ബാണത്താൽ നാരിയെ വീഴ്ത്തി. ഘോരരൂപിണിയായ താടകയെന്ന രാക്ഷസി ഭൂവിൽ പിടഞ്ഞു വീണപ്പോൾ നക്തഞ്ചരീ രൂപം മെല്ലെ വെടിഞ്ഞ് സപ്താശ്വച്ഛവിയുള്ള യക്ഷിയായി തീർന്നു. ശാപവന്യയിലാശരകന്യയായി തീരേണ്ടി വന്നൊരാഭൂഷിതഗാത്രി രാമദേവൻ തന്നാജ്ഞാനുസാരം
കാമരൂപിണിയായി സ്വർഗം പോകി. കാനനം തന്നിലെ കാമാശ്രമത്തിൽ ക്ഷീണമകറ്റി പുനർയാത്ര ചെയ്യുമ്പോൾ സിദ്ധാശ്രമം തന്നിലെത്തി പുലരിയിൽ സിദ്ധരാം മുനികൾ സൽക്കരിച്ചവരെ. കൗശിക മുനികളും മറ്റു മാമുനിമാരും യാഗാർത്ഥം ദീക്ഷ തുടങ്ങിയ നേരം ആശരപ്രവരരാം മാരീജനും മറ്റും രോഷേണ ശോണിത വൃഷ്ടി തുടങ്ങി. പങ്ക്രിസ്യന്ധനസുതൻ പാരാദേശരമെയ്തു ക്രവ്യാതന്മാരുടെ ദർപ്പം ശമിപ്പിക്കാൻ. രാമബാണത്തിൽ ഭയം കൊണ്ട മാരീജൻ സാദരം രാമബാണത്തിൽ നമിച്ചു. രാക്ഷസപ്പടയുടെ ദർപ്പം ശമിപ്പിച്ച് രാമലക്ഷ്മണന്മാരോട് ആനന്ദം പൂണ്ട് മാമുനി വര്യന്മാരാശ്ലേഷിച്ചവരെ ആശീർവാദം ചെയ്ത് മോദിപ്പിച്ചേറെ. അഹല്യമോക്ഷം. കൗശിക മുനി പിന്നെ ചൊന്നാനൊരു ദിനം, കാലം കളയാതെ പോകണം നമ്മൾ മിഥിലാപുരിയിലെ ജനകരാജൻ തൻ സവിധത്തിൽ ചെന്ന് രാപാർക്കേണം. മഹീപതിമാരാൽ അനുദിനമർച്ചിക്കും ത്രയംബക ചാപം കുലയ്ക്കുന്നോർക്ക് ക്ഷിതിസുതയാകുന്ന സീതയെ ജനകൻ പരിണയം ചെയ്തു കൊടുക്കും നൂനം. താപസന്മാരോട് യാത്ര പറഞ്ഞ് താപസനൊപ്പം ഗമിച്ച ബാലകർ മന്ദാകിനി തീരെ പർണശാലാങ്കണേ സന്ദേഹമെന്നേ ചെന്നു ചേർന്നു. ഉടജാങ്കണത്തിൽ കണ്ടവരപ്പോൾ ഉപലരൂപിണിയായോരങ്കനയെ അതു കണ്ട് ശോകത്തിലാർന്ന ശ്രീരാമൻ തൻ മൃദുപാദമൃമുപലത്തിൽ വെച്ചു ധ്യാനിച്ചു. മാനുഷ സ്ത്രീയായി തീർന്ന ശിലാരൂപം കരമുകുളത്താൽ ദേവനെ വന്ദിച്ചും കൊണ്ട് ഉത്ഥാനം ചെയ്തങ്ങ് നിർവൃതി പൂണ്ടപ്പോൾ വിശ്വാമിത്രൻ രാമനോടിത്തം ചൊല്ലി. കമലോത്ഭവൻ തൻ സുതയാമീ തരുണിയെ പരിണയിച്ചൊരു ദിനം ഗൗതമ മാമുനി. പുലർകാലശൂനം പോൽ ശോഭിച്ചൊരീ കന്യ ഈ പർണശാലയിൽ വസിച്ചു ചിരകാലം. മാലേയ നിറമൊത്ത മോഹിനിയെ കണ്ട് ഒരു ദിനം വൃത്രാരി മോഹം കൊണ്ട നേരം അവളെ പ്രാപിപ്പാനായി ഭർതൃവേഷം പൂണ്ട് ഝടിതിയിലെത്തി നികുഞ്ചം തന്നിൽ. സന്ധ്യാവന്ദനം ചെയ്യാനായി പുറപ്പെട്ട് സൂര്യൻ തന്നുദയമായില്ലെന്നറിഞ്ഞ് ചിത്രാംശു വംശജൻ ഗൗതമ മാമുനി പത്രക്കുടിലിൽ തിരിച്ചെത്തി വേഗേന. തന്റെ സ്വരൂപം ധരിച്ച ദേവേന്ദ്രനെ കണ്ട് മുനീന്ദ്രൻ രോഷഭാവം പൂണ്ട് സഹസ്രഭഗനായി തീരട്ടെ നീ എന്നുര ചെയ്ത് ഝടിതിയിൽ ശാപം കൊടുത്തു. അഭിശപ്തനായി തീർന്ന പാകശാസനൻ അവിടുന്ന് വിദ്രുതം ഗമിച്ചതിൻ ശേഷം വേപതു പൂണ്ട തൻ ജായയെ നോക്കി ദീർഘതമാസുതനിങ്ങനെയോതി. പാഷാണാംഗിയായി വസിച്ചുകൊള്ളുക നീ ഈ പർണശാലാങ്കണേ കാലങ്ങളോളം. നിൻ ദുഷ്കൃതമൊടുങ്ങുവാൻ രാമപാദാബ്ജം മാത്രം നിനക്കെന്നും അഭയം നിർണയം. ത്രേതായുഗം തന്നിൽ ശ്രീരാമചന്ദ്രൻ തൻ പാദാംബോജസ്പർശമേറ്റിടും നേരം തീരും നിൻ ദുഷ്കൃതമെല്ലാം വിധി നന്ദനെ ചേരും നീയൻ ചാരയെന്ന് നൂനം.